ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം എനിക്കൊരു രണ്ടാം ജന്മം ലഭിച്ചു. അത് നൽകിയ സർവശക്തന് നന്ദി പറയുകയാണ് ആദ്യം. പിന്നീട് നന്ദി പറയുന്നത് മൗലാന ആശുപത്രിയിലെ സർജറി നടത്തിയ ഡോക്ടർമാരെയും ചികിത്സിച്ച ഡോക്ടർമാരെയും ഞങ്ങളെ ശുശ്രൂഷിച്ച സ്റ്റാഫിനെയും ഒക്കെയാണ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെല്ലാറുള്ളത് ആണ്. മാനേജ്മെൻറ്റുമായിട്ട് അടുപ്പമുണ്ട്. അതിനേക്കാളധികം അവിടെ ഓൾ ആൻഡ് ഓൾ ആയ ഡോക്ടർ സിരിയാണ്. അദ്ദേഹത്തിന് ഒരു 50 കൊല്ലത്തിലധികമുള്ള പരിചയമുണ്ട്. മേലാറ്റൂർ PHCയിലെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നപ്പോൾ മുതൽ അദ്ദേഹവുമായി നല്ല അടുപ്പമാണ്. പിന്നീട് എല്ലാ ചികിത്സയ്ക്കും ഞാനും ഈ വൈഫ് മറിയക്കുട്ടി അടക്കമുള്ളവരൊക്കെ മകനടക്കം ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയാണ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് 3 പ്രാവശ്യമേ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 3 അഡ്മിഷനും മൗലാന ആശുപത്രിയിലായിരുന്നു. ഏതാണ്ട് ഒരു 4 മാസം 5 മാസമായി വളരെ പതുക്കെയായിരുന്നു ഞാൻ. വളരെ ഫാസ്റ്റിൽ പോയിരുന്നു ഞാൻ, വളരെ പതുക്കെയായി. സംസാരം വരെ അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും സ്ലോനെസ് അനുഭവപ്പെട്ടപ്പോൾ ഇതെന്താണ് എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്കിതൊന്നും ഓർമ്മയില്ല. പിന്നീട് പറഞ്ഞ കാര്യങ്ങളാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റൂമിൽ ബോധം ലഭിച്ച ശേഷം റൂമിൽ വന്ന ശേഷം വൈഫും കുട്ടികളും ഒക്കെയായി സംസാരിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ച് സർജറി നടത്തിയത് ഡോക്ടർ അരുൺ തങ്കപ്പനാണ്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു ദിവസം അദ്ദേഹം റൂമിൽ പരിശോധിക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ സർജറി നടത്തിയ സർജനാണിത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാനൊന്നും സംസാരിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവൻ രക്ഷിച്ചത്, ദൈവത്തിന് വേണ്ടി മൗലാന ആശുപത്രി പ്രവർത്തിച്ചത് ഡോക്ടർ അരുൺ തങ്കപ്പൻ എന്ന സർജറി നടത്തിയ ഡോക്ടറിലൂടെയാണ്. മൗലാന ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അത്യാവശ്യം ബ്രെയിനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എൻ്റെ അനുഭവമാണ്. ആ അനുഭവം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ഗവൺമെൻറ്റായി വിട്ടതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് തീരേണ്ട ഒരു സംഗതി വളരെ ഗൗരവമുള്ള, അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വളരെ സീരിയസ് ആയി മാറിയത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ തങ്കപ്പൻ, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോതൊറാസിക് സർജനാണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ വീഡിയോയിൽ അദ്ദേഹം നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ വളരെയധികം ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് ചില വാൽവ് സംബന്ധമായിട്ടുള്ള, ഹാർട്ടിൻ്റെ വാൽവ് സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം വൈദ്യസഹായം തേടിയതും വാൽവിൻ്റെ ഒരു അസുഖം കാണുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് വൈകിപ്പോയി. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ അടുത്ത് വരികയും മൗലാന ഹോസ്പിറ്റലിൽ വരികയും കാർഡിയോതൊറാസിക് സർജറിയിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാനും സാധിച്ചു. അദ്ദേഹം നല്ല നിലയിൽ പിന്നെ ഡിസ്ചാർജ് ആകുകയും ചെയ്തു. ഇതിലൊരു മേജർ റീസൺ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ട് പുള്ളിക്ക്. അപ്പം അതുകൊണ്ട് തന്നെയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി സപ്പോർട്ട് അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അത്രയധികം അദ്ദേഹത്തിനെ കെയർ ചെയ്യുകയും അത്രയും ഒരു കൺസെൻട്രേഷനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടിലൂടെ മുന്നോട്ട് പോയത്. നമ്മളും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് നേച്ചറും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു സഹായവും എല്ലാം കൂടെ ആയി
അദ്ദേഹം വളരെ നന്നായി ഇപ്പോൾ ഡിസ്ചാർജായി നല്ല രീതിയിൽ പോകുന്നു എന്ന് അറിയുന്നു. അപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഹൃദ്രോഗം ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. കേരളത്തിൽ ഹൃദ്രോഗം കൂടി വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വളരെ ഒരു അലാമിംഗ് ആയിട്ടുള്ള, വളരെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെ ഹൃദ്രോഗം കണ്ടുപിടിക്കുവാനും അതിനെ ചികിത്സിക്കുവാനും ഒരുപാട് നൂതന മാർഗങ്ങളുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ മൗലാന ഹോസ്പിറ്റലാവട്ടെ, ഇത്തരം കാര്യങ്ങൾക്കുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ സാങ്കേതികമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്ന ഡയഗ്നോസ്റ്റിക് ഫീച്ചറുകളുണ്ട്. പിന്നെ അതിലുപരി തന്നെ എങ്ങനെ നമുക്കതിനെ ചികിത്സിക്കാം, അതിന് വേണ്ടുന്ന കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒന്ന്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും ഒരു ഹൃദ്രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേറെ അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നല്ലൊരു ഭക്ഷണ ക്രമീകരണം ഉണ്ടായിരിക്കണം, കൃത്യമായ വ്യായാമം ഉണ്ടായിരിക്കണം, പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അത് ഒരു ഡോക്ടറുടെയോ മറ്റോ ഒരു ഉപദേശം തേടുകയും അത് കൃത്യമായിട്ട് നടപ്പാക്കുകയും വേണം. ഇതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഹൃദ്രോഗങ്ങളെ തടയിടാൻ പറ്റും. എന്നിരുന്നാൽ പോലും ചിലർക്ക് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പം ഹൃദ്രോഗം കാണാറുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വേഗം തന്നെ അതിനെ ചികിത്സിക്കാനുള്ള ഒരു രീതിയും നമ്മുടെ അവലംബിക്കുക തന്നെ വേണം. ഇതിൽ പേടിക്കേണ്ടതായിട്ടില്ല. ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഇപ്പം ഓപ്പറേഷൻ ആവട്ടെ, അല്ലാതെ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ആവട്ടെ, ഇതെല്ലാം അത്ര ഒരു വേദനയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്. വളരെ സേഫായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ബട്ട് ക്യൂർ വേണ്ടി വരുമ്പോൾ നമ്മളത് അമാന്തിക്കാതെ, അതിനൊരു ഒരു സംശയം തോന്നി നിൽക്കാതെ വേഗം തന്നെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുകയും അതിൻ്റെ ഒരു ചികിത്സയിലേക്ക് കടക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പറയുകയാണ്.